ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യ രാശിയുടെ ചരിത്രത്തിലെ വളരെ വിപ്ലവകരമായ ഒരു ഇടപെടലാണ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ വിജ്ഞാപനം. മാർസിൻ്റെ മൂലധനം വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, 1789 ഫ്രഞ്ച് വിപ്ലവം തൊട്ട് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ വിജ്ഞാപനം വരെയുള്ള ദശകങ്ങളിലെ ലോക തൊഴിലാളി വർഗത്തിൻ്റെ മൂലധന ശക്തികൾക്ക് യൂറോപ്പിലെ അടിമതുല്യമായ നരകതുല്യമായ ജീവിതാവസ്ഥ നിലനിന്നിരുന്ന ഫാക്ടറി വ്യവസ്ഥക്കകത്ത് തൊഴിലാളികൾ നടത്തിയിട്ടുള്ള അനവധിയായ സമരങ്ങളും അവരുടെ സംഘടനകളും യൂണിയനുകളും രാഷ്ട്രീയവുമൊക്കെ ഉയർന്നു വരുന്ന ഒരു ചരിത്ര കാലഘട്ടത്തെ മാർസ് വളരെ സൂക്ഷ്മതലത്തിൽ തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. ആ വിശകലനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മഹാനായ മാർസ് മൂലധനത്തിൻ്റെ 1-ാം വാള്യത്തിൽ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രാഥമികമായ മൂലധന സമാഹരണത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ തൻ്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ലെനിൻ്റെ സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം എന്ന പുസ്തകം പൊതുവെ മാർക്സിസ്റ്റ് അക്കാദമിക് ലോകം മൂലധനത്തിൻ്റെ 4-ാം വാള്യമോ 5-ാം വാള്യവുമായിട്ടാണ് പരിഗണിക്കുന്നത്. മൂലധനത്തിന് 4 വാള്യങ്ങൾ എംഗൽസ് വരെയുള്ള 3 വാള്യങ്ങൾ എംഗൽസ് വരെയുള്ള ആളുകൾ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. 4-ാമത്തെ ഒരു വാള്യം എന്ന് പറയുന്നത് കൗട്സ്കി എഡിറ്റ് ചെയ്തതാണ്, മിച്ചമൂല്യ സിദ്ധാന്തം എന്ന പേരിൽ, തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ എന്ന പേരിൽ. പിൽക്കാല മാർക്സിസ്റ്റുകൾ മാർസിന് പരിഹരിക്കാൻ കഴിയാതെ പോയ മുതലാളിത്തത്തിൻ്റെ വളർച്ചയുടെ ചലന നിയമങ്ങളെ അല്ലെങ്കിൽ മുതലാളിത്തം രൂപപ്പെടുത്തിയ ചരിത്രത്തിലെ പുതിയ വൈരുദ്ധ്യങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ വളരെ ദൈക്ഷണികമായ ഒരു ഇടപെടലാണ് ലെനിൻ നടത്തിയിട്ടുള്ളത്. ആ ഇടപെടലിൻ്റെ ഒരു ഉൽപ്പന്നം എന്ന നിലക്കാണ് ഈ കൃതിയെ സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം എന്ന ഈ കൃതിയെ പൊതുവെ അടയാളപ്പെടുത്തുന്നത്. ലെനിൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1916 ഈ പുസ്തകം എഴുതുന്നത്. ലെനിൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി സഖാവ് ക്രൂപ്സ്കയ ലെനിനെക്കുറിച്ചുള്ള തൻ്റെ സ്മരണയിൽ ഈ പുസ്തകം എഴുതാൻ വേണ്ടി ലെനിൻ നടത്തിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, സാറിസ്റ്റ് റഷ്യയിലെ സെൻസർഷിപ്പിനെ വെട്ടിച്ചുകൊണ്ട് വേണം ഇങ്ങനെയൊരു കൃതി ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ. അതോടൊപ്പം തന്നെ മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വ ഘട്ടത്തിലേക്കുള്ള വളർച്ചയുടെ വികാസത്തിൻ്റെ അനവധിയായ പഠനങ്ങൾ, വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ക്രൂപ്സ്കയ തൻ്റെ ലെനിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 142 പുസ്തകങ്ങൾ ലെനിൻ ഈ കൃതിക്കായിട്ട് റെഫർ ചെയ്തിട്ടുണ്ടെന്നാണ്. എന്നുമാത്രമല്ല, ആ കാലത്ത് മുതലാളിത്തത്തിൻ്റെ വളർച്ചയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ മാർസിൻ്റെ മുതലാളിത്ത നിരൂപണങ്ങളെ എത്രത്തോളം ശരിവെക്കുന്നുണ്ട് എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അനുകൂലികളും വിമർശകരുമായ പണ്ഡിതരെഴുതിയ 138 ലേഖനങ്ങൾ ഈ പുസ്തകത്തിനായി ലെനിൻ പരിശോധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബൃഹത്തായ ഒരു സൈദ്ധാന്തിക ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ ലെനിൻ ഈ പുസ്തകം രൂപപ്പെടുത്തിയത്. ഈ പുസ്തകം മുതലാളിത്ത വളർച്ചയുടെ ചരിത്രത്തിൽ ആദിമ മൂലധന സഞ്ചയനം അല്ലെങ്കിൽ പ്രാഥമികമായ മൂലധന സമാഹരണം എന്ന് പറയുന്നത് മൂലധനത്തിൽ മാർസ് ശരിയായി രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ അമേരിക്കയിലും ആഫ്രിക്കയിലുമൊക്കെ സ്വർണവും
വെള്ളിയും കണ്ടുപിടിക്കുന്നത് തൊട്ട് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഭൂമിക്കടിയിലെ സമൃദ്ധമായ ധാതു വിഭവങ്ങൾ വരെയുള്ള എല്ലാ സമ്പത്തും നിരുപാധികവും വ്യവസ്ഥാരഹിതവുമായി കൈയടക്കിക്കൊണ്ടാണ് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലെ മുതലാളിത്തം വ്യവസായ മൂലധന ശക്തികൾ വളർന്നു വന്നിരിക്കുന്നത് എന്ന് മാർക്സ് മൂലധനത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് മാർക്സ് മൂലധനത്തിന്റെ വ്യവസായ മുതലാളിത്തത്തിന്റെ ഈ വളർച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട അന്യവൽക്കരിക്കപ്പെട്ട അനിലൈറ്റ് ചെയ്യപ്പെട്ട അധ്വാനത്തെ, ലേബറിനെ കുറിച്ച് വിശദമായി എഴുതുന്നുണ്ട്. ഒരർത്ഥത്തിൽ മൂലധനം എന്ന് പറയുന്ന കൃതി തന്നെ എന്താണ്? അപമാനവീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അന്യവൽക്കരിക്കപ്പെട്ട അധ്വാനത്തെ സംബന്ധിച്ച്. മുതലാളിത്തത്തിന് കീഴിൽ മറ്റെല്ലാം എന്ന പോലെ അധ്വാനവും എങ്ങനെയാണ് ഒരു ചരക്കായി മാറുന്നത് എന്നതിനെ സംബന്ധിച്ച പഠനമാണ്. എന്നാൽ മാർക്സിന് കാണാൻ കഴിയാതെ പോയ അന്നത്തെ ചരിത്രപരമായ ഒരു സാഹചര്യത്തിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മാർക്സിന് കാണാൻ കഴിയാതെ പോയത് ആധുനിക വ്യവസായ മുതലാളിത്തത്തിന്റെ ഈ വളർച്ചയുടെ ചരിത്രഗതിയിൽ മൂലധന സഞ്ചയത്തിന്റെ ഫലമായി സമ്പത്തും വിഭവങ്ങളും നഷ്ടപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ, രാജ്യങ്ങളെ, നമ്മളിപ്പോൾ കോളനി രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന രാജ്യങ്ങളെയാണ്. ആ രാജ്യങ്ങളുടെ കൂടെ സമ്പത്തിന്റെ ശിരകളെ മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ടാണ് പാശ്ചാത്യ മുതലാളിത്തം വളർന്നു വന്നത്. ലെനിൻ മുതലാളിത്തത്തിന്റെ വളർച്ചയിൽ എങ്ങനെയാണോ യൂറോപ്പിൽ അന്യവൽക്കരിക്കപ്പെട്ട അധ്വാനം സൃഷ്ടിക്കപ്പെട്ടത്, അതേപോലെ തന്നെ ഈ ഭൂമണ്ഡലത്തിൽ ഒരുപാട് പ്രദേശങ്ങൾ സ്വയം അതിൻ്റെ ഉൽപാദന ശക്തികൾക്ക് വളർന്ന് വികസിക്കാൻ കഴിയാത്ത ഒരു പരിമിതിയിലേക്ക്, ഒരു പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്. ഈ പിന്നോക്കം നിൽക്കുന്ന കാർഷിക പ്രധാനമായ സമ്പദ്ഘടനകൾ നിൽക്കുന്ന രാജ്യങ്ങൾ, നമ്മൾ കോളനി രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ എങ്ങനെ പിന്നോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് സാമ്രാജ്യത്വത്തിൻ്റെ ഈ വളർച്ചയുടെ നിയമങ്ങൾ, അതിൻ്റെ ചലന നിയമങ്ങൾ പരിശോധിച്ചുകൊണ്ട് പറയുകയാണ് ലെനിൻ ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ഡോക്ടർ പ്രഭാത് പട്നായിക്കിൻ്റെ ഒരു പഠനം, ഞാനിപ്പോഴാണ് അത് ഇവിടെ നിന്ന് നോക്കുന്നത്, ഒരു പഠനം എന്താണ്, പട്നായിക്കിൻ്റെ ഒരു പഠനം ഈ പുസ്തകത്തിൻ്റെ പുതിയ ചിന്തയിറക്കിയ എഡിഷൻ്റെ ആമുഖമായി കൊടുത്തിട്ടുണ്ട്. ആ ആമുഖത്തിൽ പട്നായിക്ക് കേരളത്തിലുടനീളം ആ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളതാണ്, പ്രസംഗം കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആ ആമുഖത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം, മാർക്സിനെ തുറന്ന് മാർക്സിത്വത്തെ സമ്പുഷ്ടീകരിക്കുന്ന തരത്തിൽ മഹാനായ ലെനിൻ നൽകിയ ഒരു സംഭാവന പിന്നോക്ക കോളനി രാജ്യങ്ങളിലെ വിപ്ലവത്തെ സംബന്ധിച്ചുള്ള സിദ്ധാന്തമാണ്. സാമ്രാജ്യത്വ ഘട്ടത്തിലേക്കുള്ള മുതലാളിത്തത്തിന്റെ വളർച്ചയെ ഒരു പോസിറ്റീവായി കണ്ടുകൊണ്ടാണ് ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവും രണ്ടാം ഇന്റർനാഷണലിന്റെ തലവനുമായ കാൾ കൗട്സ്കി ലേഖനങ്ങൾ എഴുതിയത്. സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള കാൾ കൗട്സ്കിയുടെ പുസ്തകമാണ് അൾട്രാ ഇമ്പീരിയലിസം, അതിസാമ്രാജ്യത്വം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാവുന്ന ഈ പുസ്തകത്തിലൂടെ സാമ്രാജ്യത്വം സോഷ്യലിസത്തിലേക്ക് മനുഷ്യരാശിക്ക് പ്രവേശിക്കാൻ കഴിയാവുന്ന, സോഷ്യലിസത്തിന് തൊട്ടുമുമ്പുള്ള ചരിത്രത്തിൻ്റെ ഒരു വികാസഘട്ടമായി, വളരെ പോസിറ്റീവായി, വളരെ പരിഷ്കരണാത്മകമായ ഒരു വ്യവസ്ഥയായിട്ടാണ് സാമ്രാജ്യത്വത്തെ കാൾ കൗട്സ്കി കണ്ടത്. കൗട്സ്കിയുടെ ഉറ്റ തോഴനായിരുന്ന ബേൺസ്റ്റെയിൻ, അദ്ദേഹം മറ്റൊരു ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ്. ബേൺസ്റ്റെയിൻ ഈ മുതലാളിത്തത്തിൻ്റെ ഈ പുതിയ വികാസത്തിൻ്റെതായ സാധ്യതകളിൽ മാർക്സിസത്തിനൊരു റിവിഷൻ, ഒരു പുതുക്കൽ വേണം എന്ന് പറഞ്ഞു. നമ്മൾ മാർക്സിസ്റ്റുകൾ റിവിഷനിസം എന്ന് പറയുന്ന ഈ തിരുത്തൽവാദ പരമായ നിലപാടുകൾ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തേക്ക് ഒന്നാം ഇന്റർനാഷണലിന് ശേഷം കടത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് നേതാവാണ് മിസ്റ്റർ ബേൺസ്റ്റെയിൻ. ബേൺസ്റ്റെയിനാണ് സാമ്രാജ്യത്വമായുള്ള മുതലാളിത്തത്തിന്റെ വളർച്ച, വികാസം എന്ന് പറയുന്നത് വളരെ പുരോഗമനപരമാണ്, ഗുണാത്മകമാണ്, അത് സോഷ്യലിസത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ
പിന്നോക്ക കാർഷിക സമൂഹങ്ങളെ സജ്ജീകരിച്ചു തരുന്നതാണ് എന്ന യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത, മൂലധനത്തിന്റെ നിർദ്ധയമായ ലാഭമോഹങ്ങളെ കാണാത്ത, അത് അധ്വാനത്തെ എന്ന പോലെ ജനതകളെയും വിഭവങ്ങളെയും ഒക്കെ കൊള്ളയടിക്കുന്ന അവസ്ഥയെ കാണാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മിഥ്യാധാരണ സൃഷ്ടിക്കുന്ന ഒരു പഠനമായിരുന്നു കാൾക്കൗസ്കിയും ബേൺസ്റ്റൈനും മുന്നോട്ട് വെച്ചത്.